നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉണ്ട്. നമസ്കാരം ശ്രീ കരുണാകരൻ മാസ്റ്റർ. നമസ്കാരം. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേക ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ജില്ലയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ്. ടൂറിസത്തിനും ഏറെ സാധ്യതയുള്ള പഞ്ചായത്ത് കൂടിയാണ്. കാർഷിക മേഖലയിൽ എന്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? സർ നമസ്കാരം. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തില് കോഴിക്കോട് ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലയോര മേഖലയുടെ കവാടമായിട്ടാണ് ഓമശ്ശേരി പഞ്ചായത്തിനെ അറിയപ്പെടുന്നത്. തികച്ചും ഗ്രാമീണ മേഖലയാണെങ്കിലും ശരിക്കും ഒരു നഗര പ്രൗഢിയും ജീവിത സൗകര്യവുമുള്ള ഒരു പഞ്ചായത്താണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ഇപ്പൊ നിലവില് 19 വാർഡുകളാണ് ഉള്ളത്. ഏതാണ്ട് 37,000-ഓളം ജനസംഖ്യ ഈ പഞ്ചായത്തിൽ നിലവിലുണ്ട്. ഓമശ്ശേരി പഞ്ചായത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നടത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിൽ നമുക്ക് കേരള സംസ്ഥാനത്ത് നിലവിലെ 70 പഞ്ചായത്തുകളെയാണ് ലേണിംഗ് സെന്ററുകളായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ പദവി നേടിയെടുക്കാൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. മറ്റൊന്ന്, വർഷങ്ങളോളമായി പഞ്ചായത്തില് വരുന്ന നാട്ടുകാർക്ക് അവരുടെ സൗകര്യപ്രദമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ സാധിച്ചതുകൊണ്ട് ISO സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷ കാലയളവില് ഭരണസമിതിക്ക് 54 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇനി ഈ വർഷം 2025-26 കാലയളവിൽ ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഭരണസമിതിക്ക് ആഗ്രഹമുണ്ട്. അത് നടപ്പാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞ 54 കോടി രൂപ ചെലവാക്കിയത് അത് ഉൽപാദന മേഖലയിലുണ്ട്, സേവന മേഖലയിലുണ്ട്, പശ്ചാത്തല മേഖലയിലുണ്ട്, MP ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്, SC/ST വിഭാഗത്തിനുള്ള ഫണ്ടുകളുണ്ട്, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ടുകളുണ്ട്. ഇതെല്ലാം സമാഹരിച്ചുകൊണ്ടാണ് 54 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ 4 വർഷം കൊണ്ട് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇനി നടപ്പിലായിട്ടുള്ള പ്രധാന പദ്ധതികൾ എന്ന് പറയുന്നത്, ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഹരിതം സുന്ദരം പദ്ധതിയാണ്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിൽ നിന്നും, എല്ലാ ഘടക സ്ഥാപനങ്ങളിൽ നിന്നും, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച്, അതിപ്പോ 100% പോവുകയാണ്. ഇവ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് ഗ്രീൻവേവ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയിലൂടെ ഇത് കയറ്റി അയക്കപ്പെടുകയാണ്. തീർത്തും 4 വർഷം കൊണ്ട് സുന്ദരമായ, വളരെ മനോഹരമായ ഒരു ഗ്രാമപഞ്ചായത്താക്കി മാറ്റാൻ ഇത് സാധിച്ചിട്ടുണ്ട്. ധാരാളം പ്രവർത്തനം, മിനി MCF സ്ഥാപിച്ചിട്ടുണ്ട്, വോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അത്യാദി കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഇങ്ങനെ അജൈവ മാലിന്യങ്ങൾ ഇവിടെ നിന്നും കയറ്റി അയക്കപ്പെടുമ്പോൾ ജൈവ മാലിന്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ സാധിച്ചു. ഈ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് ആവശ്യമായുള്ള ബൊക്കാഷി ബക്കറ്റുകള്, റിംഗ് കമ്പോസ്റ്റുകള്, സോപ്പ് പിറ്റുകള്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ
എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കുവാനും മിക്കവാറും വീടുകളിലൊക്കെ അത് എത്തിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മറ്റൊന്ന്, തീർച്ചയായും അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം, ഒരു മഴക്കാലം എത്തിയിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ജലജന്യ രോഗങ്ങൾക്കെതിരെയെല്ലാം നേടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? മഴ ബാധിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണോ ഇത്? പിന്നെ മഴയെ കൂടുതൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ പുഴയുടെ തീരത്താണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം കുറച്ച് സ്ഥലത്ത് കയറുന്ന ഒരു പ്രശ്നം പഞ്ചായത്തിലുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥ വരുന്നതിന് മുൻപ് തന്നെ മീറ്റിങ്ങുകൾ ചേർന്ന് പിന്നെ കുടുംബശ്രീയും അതുപോലെയുള്ള വാർഡ് വികസന സമിതിയും ഒക്കെ വിളിച്ചു ചേർത്ത് പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ പ്രയാസങ്ങൾ നേരിടുന്ന മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഉണ്ടാകുന്ന സ്ഥലങ്ങള് മുൻകരുതൽ എന്നുള്ള രീതിയിൽ അതിന് കമ്മിറ്റി രൂപീകരിച്ച് വില്ലേജ് ഓഫീസർമാര്, ഫയർഫോഴ്സ്, പോലീസ് സ്റ്റേഷൻ, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും വ്യാപാരികള് എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചിട്ട് അതിനൊക്കെ ശക്തമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട പ്രവർത്തനങ്ങൾ. ഇപ്പൊ മലയോര മേഖലയാണ്, ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. മലയോര മേഖലയിലേക്ക് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് അവർക്കൊരു വിശ്രമ കേന്ദ്രം എന്നുള്ള ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഓമശ്ശേരിക്ക് അടുത്ത് പുത്തൂരില് കളരിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിതമായിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ചില സംരംഭങ്ങളാണ്. മറ്റൊന്ന്, ഗാന്ധിയൻ ആദർശങ്ങൾ ലോകത്ത് എല്ലായിടങ്ങളിലും, ലോകത്തുള്ള പിന്നെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോലും ഗാന്ധിയൻ ആദർശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ മധ്യത്തിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ഗാന്ധി സ്ക്വയർ സ്ഥാപിക്കുകയും അവിടെ ഗാന്ധിയുടെ പിന്നെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ലൈഫ് ഭവന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഈ 4 ഓക്കെ പറഞ്ഞോളൂ. ലൈഫ് ഭവന പദ്ധതിയുമായിട്ട് എത്രത്തോളം വീടുകൾ പഞ്ചായത്തിന് നൽകാനായിട്ടുണ്ട്? എത്രത്തോളം അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? ഈ അർഹരായ എല്ലാവർക്കും വീട് നൽകാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. അതില് പിന്നെ കുറെ പ്രയാസങ്ങൾ അതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തികമായി ഗവൺമെന്റിൽ നിന്നും നമുക്ക് പണം ലഭ്യമാകേണ്ടതുണ്ട്. വിവിധ സ്രോതസ്സുകളിലൂടെയാണല്ലോ ഇത് പിന്നെ പൂർത്തീകരിക്കപ്പെടുന്നത്. എന്നാലും അഭിമാനപൂർവ്വം പറയാം, 130 വീടുകൾ ഭവനങ്ങൾ പൂർത്തീകരിച്ച് നൽകുവാനും 230ഓളം വീടുകൾ പുനരുദ്ധാരണം നടത്തുവാനും ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് കൂടുതൽ വീടുകൾ നൽകാം ഈ ഒരു വർഷം കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പട്ടയം ലഭ്യമല്ലാത്ത ധാരാളം വീടുകൾ ഉണ്ടായിരുന്നു, ഭൂമികൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് പട്ടയം നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന് ബസ്സുകൾ കയറി ഇറങ്ങുന്നതിന് 2 പ്രധാന കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ നല്ല മനോഹരമായ 2 ഇൻ ഔട്ട് എന്ന് പറയുന്ന 2 മനോഹരമായ ഗേറ്റുകൾ സ്ഥാപിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ ഡിജിറ്റൽ സൗകര്യം, യാത്രയുടെ സമയം അറിയുന്ന ഡിജിറ്റൽ സൗകര്യം ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചു. പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പുകളിലൊക്കെ QR കോഡുകൾ കൊടുത്ത് അത് സ്കാൻ ചെയ്ത് അവരുടെ വാഹനം എപ്പോൾ വരുമെന്ന് അറിയാനുള്ള ഒരു സൗകര്യം കൂടി കേരളത്തിൽ മറ്റൊരിടത്തിലും ഇല്ല എന്നാ എനിക്ക് തോന്നുന്നത്. ആ സൗകര്യം കൂടി ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുത്ത് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് ഡിജിറ്റൽ വൽക്കരിക്കാൻ സാധിച്ചു. അതുപോലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാള് ആധുനികവൽക്കരിക്കാൻ സാധിച്ചു. മറ്റൊന്ന്, ഞാൻ നിങ്ങൾക്കിപ്പം പഞ്ചായത്തിനെ കാണുകയാണെങ്കിൽ ഇപ്പോ ഓമശ്ശേരിയിൽ നിങ്ങൾ ബസ് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഈ വലിയ കെട്ടിടമാണ്. ആ കെട്ടിടം കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഗ്രാമപഞ്ചായത്ത് സമുച്ചയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ACP വർക്ക് നടത്തി വളരെ മനോഹരമായ ഗ്രാമപഞ്ചായത്തിന്റെ മുഖം എന്ന് പറയുന്നത് വളരെ മനോഹരമാക്കി മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. അതോടുകൂടെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ സൗകര്യം ഇപ്പോഴും ഉണ്ട്. അതിനോട് ചേർന്ന് ഉപഭോക്താക്കൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ കോഴി ഇറച്ചി കിട്ടുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി കേരള ചിക്കൻ സ്റ്റാള് തുടങ്ങുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. കേരളത്തിൽ മറ്റൊരിടത്തും നടപ്പാക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം
കുട്ടികള് 10 മണിക്ക് വിദ്യാലയത്തിൽ എത്തിയാൽ 2 പീരീഡ് കഴിയുമ്പോൾ അവർക്ക് ബൂസ്റ്റോ ഹോർലിക്സോ അല്ലെങ്കിൽ നല്ല കുറിയരി കഞ്ഞിയോ കൊടുക്കുന്ന പ്രഭാത ഭക്ഷണം കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയിട്ടുള്ളത്, പദ്ധതിയിലൂടെ നടപ്പാക്കിയിട്ടുള്ളത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്താണ് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിലടക്കം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ, തൊഴിലുറപ്പ് ഇവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് തൊഴിൽ സംരംഭങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ എത്രത്തോളമുണ്ട്? സ്ത്രീകളെ പിന്നെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 285ഓളം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. ഈ കുടുംബശ്രീ യൂണിറ്റുകൾക്കൊക്കെ സ്വയം സംരംഭം എന്നുള്ള രീതിയിൽ ഒരു ഇന്റേണിനെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ധനസഹായങ്ങൾ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. സ്വയം തൊഴിൽ സംരംഭം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട രീതിയിൽ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ അതിന്റെ ഭാഗമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പദ്ധതിയിൽ വരാനിരിക്കുന്ന പിന്നെ ശിങ്കാരി മേളം പോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ഈ വർഷം കൊണ്ടുവരികയാണ്. സ്ത്രീകൾക്ക്, വനിതകൾക്ക് മുൻപോട്ട് കൊണ്ടുവരാൻ ഇപ്പോ വനിതകളുടെ ഒരു പ്രധാന ഇത് അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മെൻസ്ട്രൽ കപ്പ്, ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഒരു പിന്നെ സംഭവം പദ്ധതിയിലൂടെ വെച്ച് കഴിഞ്ഞ 2 വർഷങ്ങളായി തുടരുന്നു. ഇപ്പോഴും വനിതകൾക്ക് ഒരു പഞ്ചായത്തിലുള്ള മിക്കവാറും ആവശ്യക്കാരായ വനിതകൾക്ക് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അവർക്ക് പച്ചക്കറി തൈ പിന്നെ വിതരണം നൽകുന്നു. അവർക്ക് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ HDP ചട്ടികൾ നൽകി അവർക്ക് ടെറസിന്റെ മുകളിലൊക്കെ പച്ചക്കറികൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു. അച്ചാർ നിർമ്മിക്കുന്ന പിന്നെ യൂണിറ്റുകൾ ഉണ്ടാവുന്നു. ഇതൊക്കെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള രീതിയിൽ ധാരാളം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന് എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം പഞ്ചായത്തിൽ ഉള്ളത്, ഒരു ജൈവ വൈവിധ്യ പാർക്ക് പഞ്ചായത്തിൽ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ അപൂർവമായ ഫലവർഷ തൈകള്, അപൂർവമായി പറന്നു വരുന്ന പക്ഷികള്, ചിത്രശലഭങ്ങളൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് പോയിരിക്കാവുന്ന ഒരു പാർക്ക് എന്നുള്ള രീതിയിൽ ഒരു ജൈവ വൈവിധ്യ പാർക്കിന്റെ പ്രവർത്തനം കൂടി ഈ വേളയിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റൊന്ന്, നമ്മള് ഈ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഓമശ്ശേരി പഞ്ചായത്ത് കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ, ധാരാളം പദ്ധതികൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ വന്യമൃഗ സംരക്ഷണമായിട്ട് പിന്നെ കൃഷി നശിപ്പിക്കുന്നതിനുള്ള സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സോളാർ ഫെൻസിങ്, തെങ്ങിന് വളം നൽകല്, തെങ്ങിന്റെ മണ്ട ശുദ്ധീകരിക്കല്, അതുപോലെ തന്നെ പിന്നെ കിടാരി വിതരണം, പിന്നെ പോത്തുകുട്ടി വിതരണം, പാലിന് സബ്സിഡി, ധാതുലവണ മിശ്രിതത്തിന് സബ്സിഡി, കൗലിഫ്റ്റ് എന്ന് പറയുന്ന കർഷകരെയും ക്ഷീര കർഷകരെയും സമൂഹത്തിന്റെ പിന്നെ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഘോരമാത്രമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് എന്ന് സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ പുഴയോടടുത്ത് ഉള്ള ഒരു പഞ്ചായത്താണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞല്ലോ. ടൂറിസത്തിന് എത്രത്തോളം സാധ്യതകളുണ്ട്? ഈ ടൂറിസം സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തി വരുന്നത്? ടൂറിസത്തിന് സാധ്യത ഉണ്ട്. ടൂറിസം മേഖല പിന്നെ പല മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതില് നമ്മള് പിന്നെ കൂടത്തായി വേനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മതി 40ഓളം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫലവൃക്ഷ തൈകൾ പിന്നെ നട്ടിട്ടുള്ള ഒരു നല്ല പിന്നെ ഫാം ഈ ഓമശ്ശേരി പഞ്ചായത്തിന്റെ അടുത്ത്, ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത് തന്നെ വേനപ്പാറ എന്ന് പറയുന്ന വില്യംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്ന് റൊയാഡ് എന്ന് പറയുന്ന ഒരു പിന്നെ മഡ് ഫുട്ബോള്, അതുപോലെ തന്നെ നെൽകൃഷി, അതുപോലെ തന്നെ ഫാം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന മറ്റൊരു സ്ഥാപനവും ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ വളരെയേറെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ഉള്ളത്. ധാരാളം നിലവിൽ കരുതിയിരിക്കുന്നത് ഇതിലേക്കുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് പിന്നെ ഇപ്പം നടപ്പിലാക്കുന്ന 1-2 കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞു, പുനരുദ്ധാരണം നടത്തി കഴിഞ്ഞു. അടുത്തതായിട്ട് ജലജീവൻ മിഷന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പിന്നെ കാര്യമായിട്ട് ചെയ്യുന്നത്. അതിന് പൈപ്പുകൾ ഇട്ടു, വീടുകളിൽ ടാപ്പുകൾ എത്തിച്ചു,
സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ സ്കെച്ച് വരച്ച് JDക്ക് അത് സമർപ്പിച്ചു. വരും നാളുകളിൽ അതിന്റെ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ ജലജീവൻ മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡുകൾ കീറി മുറിച്ചത് അത് റീസ്റ്റോർ ചെയ്യുകയോ ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ചെയ്യാൻ ഇതുവരെ കരാറുകാർക്ക് സാധിച്ചിട്ടില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പഞ്ചായത്തിന്റെ റോഡുകൾ ആരോടും ചോദിക്കാതെ കീറി മുറിച്ച് അത് അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ. പക്ഷെ ഇത് പൂർത്തീകരിക്കുവാൻ, ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ജലം കിട്ടുന്നതിന് എല്ലാ വീട്ടുകാർക്കും ജലം കിട്ടുന്നതിനുള്ള പ്രവർത്തനം ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം, ആ കെട്ടിടത്തിന്റെ നിർമ്മാണമൊക്കെ ആയി കഴിഞ്ഞു. അതിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഓമശ്ശേരിയുടെ പ്രധാന സ്ഥലത്ത് ടൗണില് ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷിഭവന്റെ പുതിയ കെട്ടിടം, ആ കെട്ടിടത്തിന്റെ പ്രവർത്തനം ഈ പദ്ധതിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഉപരി നമ്മളുടെ പ്രിയങ്കരനായ MLA MK മുനീർ സാഹിബിന്റെ സഹായത്തോടു കൂടി 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മിനി സ്റ്റേഡിയം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇനി ഒരു 6 മാസം കൂടിയുള്ള ഈ 6 മാസത്തിന്റെ ഇടയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ, പുതിയ റോഡുകൾ, സോളിങ്, ടാറിങ് മുതലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ പദ്ധതികളൊക്കെ പിന്നെ എടുത്തു പറയത്തക്കുന്ന മറ്റൊന്ന്, നമ്മളെ സർഗാത്മകത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ വിവിധ തരത്തിലുള്ള പരിപാടികൾ എന്ന് പറയുകയാണെങ്കിൽ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്, നൃത്ത ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ചെണ്ടയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ചിത്രരചന നടക്കുന്നുണ്ട്, മാപ്പിളപ്പാട്ട് നടക്കുന്നുണ്ട്. സർഗാത്മക കൂടെ കുട്ടികൾക്കും യുവാക്കൾക്കും പാടി രസിച്ച് അഭ്യസിക്കുക. ശിങ്കാരിമേളത്തിന്റെ കോച്ചിങ് നടക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം സർഗാത്മക പ്രവർത്തനം കൂടി നടക്കുന്ന ഒരു പഞ്ചായത്താണ്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും സ്വന്തമാക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് K കരുണാകരൻ മാസ്റ്ററാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഇനിയും നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ കരുണാകരൻ മാസ്റ്റർ.